കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് ബഹ്റൈനിലെ സുമതി വളവിലാണ്. ഞങ്ങൾ അവിടോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ ആ പറഞ്ഞ സുമതി വളവ്. സുമതിയെ കാണുമോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. പക്ഷെ നമ്മൾ പറഞ്ഞ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്. സുമതിയെ കണ്ട് പേടിച്ച് കരയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇനിയും സുമതി വേഷം മാറി വന്നതാണെന്നൊന്നും അറിയത്തില്ല. സുമതി വളവിന്റെ രാത്രിയിലത്തെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇൻട്രോ കണ്ടത്. ഇതാണ് സുമതി വളവിന്റെ പകൽ കാഴ്ചകൾ. ഗൈസ്, നാട്ടിൽ അത്രയും ഭീകരത ഇല്ലെങ്കിലും ഇവിടെ നല്ല പേടിപ്പിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സുമതി ആരാണ്, ആരാ ഈ സുമതി വളവെന്ന് പേര്? ഏതെങ്കിലും ഒരു മലയാളി ആയിരിക്കും ഇതിന് പേര്. ഇത് ബഹ്റൈനിലെ കർസക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ സുമതി വളവ്. ഗൈസ്, ഞാൻ സുമതിയെ തേടിയുള്ള യാത്രയിലാണ്. ഇപ്പൊ ഈ സമയത്ത് സുമതിയെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എങ്ങാനും വന്നാലോ? എനിക്ക് പേടിയൊന്നുമില്ല. ഈ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടാണ്. ഇവിടെ നാട്ടിലത്തെ പോലൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. ഇതിലെ കൂടെ കാറുകളൊക്കെ പോകുന്ന കാണാൻ നല്ല രസമാണ് ഗൈസ്. ഗൈസ്, ഇതൊക്കെയാണ് സുമതി വളവിന്റെ മനോഹരമായ കാഴ്ചകൾ. നിങ്ങൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഇവിടെ അടിപൊളിയാണ് കാണാൻ. പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനും അടിപൊളിയാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. ഇതെൻ്റെ അപ്പ, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ബ്രദർ. ഓക്കെ, ഈ സുമതി വളവിനെ കുറിച്ച് അപ്പയ്ക്ക് എന്തോ അഭിപ്രായം? ഞാൻ പറയണോ സുമതി വളവിനെ കുറിച്ച്? സുമതി വളവ് എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പമാണ് മോനെ. അതായത് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് സുമതി വളവ് എന്ന് പറഞ്ഞാൽ. പേടിപ്പെടുത്തുന്ന ഒരുപാട് കഥകളും കാഴ്ചകളും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അത് ഇപ്പോൾ ബഹ്റിലും ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിലാണ് മോനെ കൊണ്ട് അപ്പ, അമ്മ, ചാച്ച എല്ലാവരും കൂടി വന്നത്. ഇവിടെ ഒരു വളവ്, നമ്മൾ കണ്ട വളവിൽ ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടിയിൽ വരുമ്പോൾ പലരും പേടിച്ചിട്ടുണ്ട്. പല വണ്ടികളുടെ എഞ്ചിൻ ഓഫായിട്ടുണ്ട്, പട്ടിയും പൂച്ചയൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൃത്യമാണോ സത്യമാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. സുമതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കഥ, നാട്ടിലെ സ്ത്രീയുടെ കഥ. ഇതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സുമതി വളവ് എന്നാണ്. അത്രയും മലയാളി പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നു, പ്രഗത്ഭരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അതിൻ്റെ വലിയൊരു തെളിവാണിത്. എന്തുവായാലും വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. നീ അപ്പയും അമ്മയും കൂട്ടിക്കൊണ്ട് വന്നതിന് നിനക്ക് ഒരുപാട് നന്ദി. ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് കുറച്ച് നിമിഷങ്ങൾ നമുക്ക് കുടുംബത്തോട്, ഫാമിലിയോടൊപ്പം നമുക്ക് ചിലവാക്കാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി പ്രകൃതി കാഴ്ചകൾ. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഗൈസ്, സുമതി വളവ് കഴിഞ്ഞ് ഇച്ചിരി ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ. ഒരു ബീച്ചാണ്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുണ്ട്. ഇവിടെ കണ്ടോ, ഒരുപാട് മീനുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇടാം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ക്യാച്ച് യു ലേറ്റർ.